നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവ നേതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാൻ മുസ്ലിം ലീഗ്. PK ഫിറോസിന് പുറമെ 3 പുതുമുഖങ്ങളെയെങ്കിലും പരിഗണിക്കാനാണ് ആലോചന. മുജീബ് കാടേരി, TP അഷ്റഫ് അലി, PK നവാസ് എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. വനിതാ ലീഗ് നേതാവ് സുഹ്റ മമ്പാടിനും ഇത്തവണ സീറ്റ് ലഭിക്കും. മുസ്ലിം ലീഗിലെ സിറ്റിംഗ് MLA-മാരിൽ പലർക്കും സീറ്റ് നഷ്ടമാകുമ്പോൾ കൂടുതൽ പുതുമുഖങ്ങൾക്കും വനിതകൾക്കും ഇത്തവണ അവസരം ലഭിക്കും. കഴിഞ്ഞ തവണ താനൂരിൽ പോരിനിറങ്ങി പരാജയം നുണഞ്ഞ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇത്തവണ കൊടുവള്ളിയിലാണ് കണ്ണുവച്ചിരിക്കുന്നത്. പക്ഷേ കൊടുവള്ളിയിലേക്ക് ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റു നേതാക്കളുടെ പേരുകളും ഉയരാൻ സാധ്യതയുണ്ട്. യൂത്ത് ലീഗ് മുൻ നേതാവ് PM സാദിഖ് അലിയുടെ പേര് സജീവ പരിഗണനയിലാണ്. പാർലമെന്ററി രംഗത്ത് വേണ്ടത്ര അവസരം ലഭിക്കാത്ത PM സാദിഖ് അലിക്ക് ഇത്തവണ മലപ്പുറം ജില്ലയിൽ തന്നെ സീറ്റ് നൽകണമെന്ന് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ പേരാണ് മറ്റൊന്ന്. MSF പ്രസിഡന്റുമാർക്ക് സീറ്റ് നൽകുന്നത് കീഴ്വഴക്കം അല്ലെങ്കിലും സാദിഖ് അലി തങ്ങളുടെ പ്രത്യേക താൽപര്യത്തിൽ പരിഗണിക്കപ്പെട്ടേക്കാം. യൂത്ത് ലീഗ് മുൻ നേതാവും മലപ്പുറം നഗരസഭ മുൻ ചെയർമാനുമായ മുജീബ് കാടേരി, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവരുടെ പേരുകളും സജീവ ചർച്ചയിലാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് ലഭിക്കാനാണ് സാധ്യത. വനിതാ ലീഗ് നേതാക്കൾക്ക് ഇത്തവണ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 2 സീറ്റുകൾ ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. സുഹ്റ മമ്പാട്, കുൽസു ടീച്ചർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സുഹ്റ മമ്പാടിനെ പരിഗണിക്കുകയാണെങ്കിൽ തിരൂരങ്ങാടിയിലായിരിക്കും സാധ്യത. സുഹ്റയുടെ മുജാഹിദ് ബന്ധം തിരിച്ചടിയാവാതിരിക്കാനാണ് ഈ നീക്കം. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് നൂർബിന റഷീദും അവകാശവാദമുയർത്താൻ സാധ്യതയുണ്ട്. മുൻ MSF ഹരിത നേതാക്കളായിരുന്ന അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ, ഫാത്തിമ തഹ്ലിയ തുടങ്ങിയവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരിക്കെ ഇവരെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. ഗുരുവായൂരിൽ CA റഷീദിൻ്റെയും കോങ്ങാട് കൊടുത്ത് ലീഗ് പട്ടാമ്പി സീറ്റ് വാങ്ങുകയാണെങ്കിൽ യൂത്ത് ലീഗ് ട്രഷറർ MA സമദിൻ്റെ പേരും മുന്നിലുണ്ടാവും. പാർട്ടിക്കകത്തും പുറത്തും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന സ്ഥാനാർത്ഥി നിർണയത്തിനാണ് ലീഗ് നേതൃത്വം ആലോചിക്കുന്നത്. ഇഷ്ടക്കാരേക്കാൾ അർഹത മാനദണ്ഡമാകുമ്പോൾ കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.